നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO യുവാവിനെതിരെ ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയും ചേർപ്പ് CPIM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO യുവാവിനെതിരെ ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും മർദ്ദിച്ചുവെന്നും ആരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെയും ചേർപ്പ് CPIM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമാധാനം നിലനിൽക്കുന്ന നമ്മുടെ ചേർപ്പ് പോലെയുള്ള പ്രദേശത്തിനകത്ത് ചില പോലീസുകാർ സ്റ്റേഷൻ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ നിലനിൽക്കുന്ന സമാധാനം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപോകേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഈ പ്രദേശത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? കുറച്ചങ്ങോട്ട് നീങ്ങി തൃശ്ശൂർ ടൗണിനകത്ത് ചില ഗുണ്ടാ വിളയാട്ടങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനടിച്ചമർത്താൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, പോലീസ് സ്തുത്യാർഹമായ സേവനം ആ കാര്യത്തിൽ നടപ്പിലാക്കി. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ഗുണ്ടകൾ അമർച്ച ചെയ്യപ്പെടണം, മദ്യ മാഫിയ, ലഹരി മാഫിയ സംഘങ്ങളൊക്കെ തന്നെ ഈ രാജ്യത്തിനകത്ത്, നമ്മുടെ നാടിനകത്ത് വളർന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങളെയും ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോലീസ് ആരെയാണ് ആക്രമിക്കേണ്ടത്? ആരെയാണ് അടിച്ചൊതുക്കേണ്ടത്? അടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നയമൊന്നുമല്ല. പക്ഷെ അത്ര നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആർക്കെതിരാണ്? ഇവിടെ ഏതെങ്കിലും തരത്തിലെ ഗുണ്ട മാഫിയ സംഘങ്ങൾ, ലഹരി മാഫിയ സംഘങ്ങളൊക്കെ തന്നെ വളർന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ളവരുണ്ടോ? അവർക്കെതിരെയല്ലേ ഇവിടുത്തെ പോലീസ് നടപടി സ്വീകരിക്കേണ്ടത്? ചേർപ്പിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്ന ചേർപ്പ് പടിഞ്ഞാറ്റുമുറി തെക്കേ മഠത്തിൽ സുരേഷ് എന്ന യുവാവിനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, PKS ഏരിയ സെക്രട്ടറി CS സംഗീത്, CPIM ചേർപ്പ് ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ, വാർഡ് മെമ്പർ നസീജ മുത്തലീഫ്, സജിത്, സജീർ MH എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡ്രോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് PN പണിക്കരുടെ ഓർമ്മദിനം ആയിരുന്നു ഈ വായനാ ദിനമായി ആചരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ ഇപ്പോൾ വായനാ ദിനമായി പ്രഖ്യാപിച്ച് ഏകദേശം ഒരു 10-12 കൊല്ലം പിന്നിടുകയാണ്. നമുക്കറിയാം, ഗ്രന്ഥശാല ഉണ്ടാക്കാൻ വേണ്ടി അന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം കിലോമീറ്ററോളം നടന്നുകൊണ്ട് പുസ്തകം എത്തിച്ചുകൊണ്ടാണ് PN പണിക്കർ എന്ന ആ അധ്യാപകൻ ഈ ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിച്ചത്. ആ തുടക്കം ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇവിടെയുള്ള മുതിർന്നവർക്കൊക്കെ അറിയാവുന്ന രീതിയിലേക്ക് ഗ്രാമീണ വായനശാലകളും അതുപോലെ തന്നെ മറ്റു വായനശാലകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വായനാശീലം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വായനാ ദിനം ആചരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഈ മൊബൈൽ യുഗത്തിൽ ഒട്ടേറെ ഇത്തരം വായനാ ദിന ആചരണങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വായനയെ മുന്നോട്ട് കൊണ്ടുപോവുകയും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കുകയും എന്ന ദൗത്യം കൊണ്ടാണ് ഓരോ സ്കൂൾ തലത്തിലും ഇപ്പോൾ ലൈബ്രറികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്.
അപ്പോൾ ആ ലൈബ്രറിയിലേക്കാണ് ഇന്ന് ഇവിടെ സെറാഫി ഗവൺമെൻറ്റിൻ്റെ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങളാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. വരും നാളുകളിൽ നമുക്കത് കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തരാം എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ, സ്കൂൾ ലീഡർ നന്ദിത PS, ലൈബ്രറി ഇൻചാർജ് സിസ്റ്റർ നിഷ, ഡെൻസി ടീച്ചർ എന്നിവർക്ക് പുസ്തകങ്ങൾ കൈമാറി. വികസന സമിതി ചെയർമാൻ MB സജീവ്, PTA പ്രസിഡന്റ് DB ബൈജു, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി, വിദ്യാർത്ഥി പ്രതിനിധി ഗായത്രി KA, സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, PTA വൈസ് പ്രസിഡന്റ് നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, രേണുക റിജു, ജഗദീഷ് രാജ് വാളമുക്ക്, ജനാർദ്ദനൻ, ഹരിദാസ് ചെമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിക്കുന്നു. സാധാരണക്കാരുടെ സാമ്പത്തിക വിഷയങ്ങളിൽ സഹായിക്കുന്നതോടൊപ്പം നാടിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ പങ്കാളിയാവുക കൂടി ചെയ്യുകയാണ് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക്. മണപ്പുറത്തെ തന്നെ ഏറ്റവും വിപുലമായ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച പകൽ 2-ന് വലപ്പാടുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹെഡ് ഓഫീസിന്റെ അങ്കണത്തിൽ പ്രത്യേകം പന്തലിട്ട് ഈ കുട്ടികളെയൊക്കെ അനുമോദിക്കുകയാണ്. കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് അത് ഉദ്ഘാടനം ചെയ്യുക. നമ്മുടെ ഈ മേഖലയിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന സർവശ്രീ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, KS ജയ, 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാർ KC പ്രസാദ്, CK ഗിരിജ, 10 പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ സന്നിഹിതരായിരിക്കും. ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു സ്റ്റാഫ് കൂടിയായിട്ടുള്ള ജീവൻ, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കഥ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം അന്ന് പങ്കുവയ്ക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്ക് പരിധിയിലെ 10 പഞ്ചായത്തിലെ SSLC, +2 തലങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത്. ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ SM ജീവനെയും ചടങ്ങിൽ ആദരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിക്കും. ഭരണസമിതി അംഗം MD സുരേഷ്, സെക്രട്ടറി റോബിൻ ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി KR ധർമ്മജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട്, കൃഷി ഓഫീസർ ശ്വേത KS, മെമ്പർമാരായ ജ്യോതിരാമൻ, KK പ്രദീപ്, അനിത ശശി, TP രഞ്ജിത് കുമാർ, സരിത സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AV ശ്രീവത്സൻ, TK മാധവൻ, CPMLC സെക്രട്ടറി KV രാജേഷ്, BJP പ്രതിനിധി ഗോകുൽ കരിപ്പിള്ളി എന്നിവർ സംസാരിച്ചു. കർഷകർക്കായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെന്തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പച്ചക്കറി വിത്ത്, കൂർക്കത്തല എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഞാറ്റുവേല കിറ്റുകൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് ഇലക്ഷനും വിജയികളുടെ സ്ഥാനാരോഹണവും നടന്നു. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ ഹരി പള്ളത്തേരി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C രാഗേഷ്, ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് P സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിൽ രൂപീകരിച്ച 4 ഹൗസ് ക്ലബ്ബുകളുടെയും കമ്മിറ്റികൾ ചുമതലയേറ്റു. പ്രണവ് P മാരാർ സ്കൂൾ ഹെഡ് ബോയ് ആയും ശിവാനി K ബിനേഷ് ഹെഡ് ഗേൾ ആയും തിരഞ്ഞെടുത്തു.
പടവരാട് സെന്റ് തോമസ് ദേവാലയത്തിലെ മാർ തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് വടക്കേ പുതുക്കാട് വികാരി റവറൻഡ് ഫാദർ ജോസ് ഇടക്കളത്തൂർ മുഖ്യ കാർമ്മികനായി. വിയൂർ വികാരി റവറൻഡ് ഫാദർ മാത്യു കുട്ടിക്കോട്ടയിൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി, കൺവീനർ നടത്തുകൈക്കാരൻ ജോബി ചാക്കോ പെരുമ്പിള്ളി, ജോയിന്റ് കൺവീനർമാരായ ഫ്രിജോ ഫ്രാൻസിസ്, വിനോദ് മുള്ളംകുഴി, കൈക്കാരന്മാരായ വർഗീസ് പ്ലാക്കൽ, ജോഷി പൊട്ടക്കൽ, റിൻഡോ പുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കുന്നതിനായി നടത്തുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 38ാം അധ്യായത്തിന്റെ ഭാഗമായി സഹൃദയ കോളേജ് കൊടകരയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിച്ചു. കുട്ടികളുടെ മനസ്സിലുള്ള ആശയങ്ങളും ചോദ്യങ്ങളും പങ്കുവച്ചു. തൃശൂരിന്റെ ടൂറിസം സാധ്യതകളും വെല്ലുവിളികളും, ജില്ലയുടെ ശുചിത്വവും കുട്ടികളിൽ വളർത്തിയെടുത്ത് വായനാശീലവും സംഭാഷണ വിഷയങ്ങളായി. ജില്ലയുടെ ഉന്നമനത്തിനുള്ള ചില ആശയങ്ങളും അവർ പങ്കുവച്ചു. ഡോക്ടർ ജോയ് KL എൽദോ, ഷീബ MB, ഡോക്ടർ സ്വപ്ന എന്നിവർ പങ്കെടുത്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. പ്രതിഷ്ഠാ ദിനമായ ജൂലൈ 5-ാം തീയതി വിശേഷാൽ പൂജകളും രാവിലെ ഗജവീരന്മാരോട് കൂടിയ എഴുന്നള്ളിപ്പ്, മേളം, തുടർന്ന് അന്നദാനവും നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,050 രൂപ, പവന് 72,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO യുവാവിനെതിരെ ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയും മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയും ചേർപ്പ് CPIM പ്രവർത്തകരും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.